ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ ഇൻകം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഇൻകം കാണണമെങ്കിൽ നമുക്ക് ആദ്യം എല്ലാ ഹെഡ് ഓഫ് ഇൻകം ചെയ്യാനും അറിയണം, അതുപോലെ എല്ലാ ഡിഡക്ഷൻസും അറിയണം. 80C to 80U വരെയുള്ള എല്ലാ ഡിഡക്ഷൻസ് അറിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കാണാത്തവരോ അത് പഠിക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കാണണം, എന്നിട്ടേ ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമുക്കതിന് സ്റ്റെപ്പ് ചിലപ്പോൾ തിയറി ആയിട്ട് ചോദിക്കാം 5 മാർക്കിനൊക്കെ. ഹൗ വിൽ യു ഡിറ്റർമിൻ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം എന്ന് ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ടോട്ടൽ ഇൻകം വർക്കൗട്ട് ചെയ്യാമെന്ന് ചോദിക്കാം. അപ്പോൾ അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ദ ഇൻകം അണ്ടർ ദ ഹെഡ്. അതായത് ആദ്യം നമ്മൾ ആ ഹെഡില്ലേ, നമ്മൾ 5th സെമ്മിൽ പഠിച്ച ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലേ, ആ 5 ഹെഡ് ഓഫ് ഇൻകംസ് എല്ലാം കൂടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. മനസ്സിലായോ? അത് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്തെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് ചെയ്യുക. സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഏതെങ്കിലും ഹെഡിൽ ലോസ് വരികയാണെങ്കിൽ ആ ലോസ് എന്ത് ചെയ്യുക, നമ്മൾ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും മറ്റൊരാളുടെ ഇൻകം നമ്മൾ ആഡ് ചെയ്യാണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലബിങ് ഓഫ് ഇൻകം അറിയാമല്ലോ, ഇപ്പോൾ മക്കളുടെ ഇൻകം അച്ഛൻ്റെയോ അമ്മയുടെയോ കൂടെ നമ്മൾ ക്ലബ് ചെയ്യും ചിലപ്പോൾ അല്ലേ. അപ്പോൾ അതുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം കൂടി കൂട്ടുക. എല്ലാ എമൗണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അതുവരെ ക്ലിയർ ആയോ? ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നവരെ മനസ്സിലായോ? യെസ്. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കണം. ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡിഡക്ഷൻസാണ് നമ്മൾ പറഞ്ഞല്ലോ, 80 പറഞ്ഞേ, ഏതൊക്കെ ഡിഡക്ഷൻസാണ് നമുക്കുള്ളത്? 80C മുതൽ അപ്പോൾ 80C മുതൽ 80U വരെയുള്ള ഏതെങ്കിലും ഡിഡക്ഷൻസിന് അയാൾ എലിജിബിൾ ആണെങ്കിൽ അത് നമ്മൾ കുറയ്ക്കുക. അത് കുറച്ച് കിട്ടുന്ന റിസൾട്ടാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, ആ കിട്ടിയ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10 റൗണ്ട് ഓഫ് ചെയ്യും വേണം. ഇങ്ങനെയാണ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക. ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, അപ്പോൾ ക്ലിയർ ആവും. എല്ലാതും കൊണ്ടുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, SAK ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ഫോളോയിങ് ആർ മ്യൂട്ട് ചെയ്യും. The following are the incomes of Mr. Ramadas for the previous year 2023-24. 2023-24 രാമദാസിൻ്റെ പ്രീവിയസ് ഇയറിലെ കുറച്ച് ഇൻകമാണ് നമുക്ക് തന്നിട്ടുള്ളത്. റെൻ്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയ റെൻ്റ് എത്രയാണ്? 1,30,000. മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എത്രയാണ്? 12,000. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഉണ്ട്, ഒരു 1,56,000 രൂപയുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, 85,700. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്, 16,300. ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചർ ഉണ്ട്. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ലെസ് ടാക്സ് ഡിബഞ്ചർ 4,500. ഡിവിഡൻഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി 38,400. അടിയിൽ പറയുന്നുണ്ട്, ഹി മെയ്ഡ് ദ ഫോളോയിങ് പേയ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അദ്ദേഹം താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് പൈസ ചിലവാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എത്ര? 8,700. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 8,000. കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി 10,000. ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട് 20,000. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, ആദ്യം നമ്മൾ സാലറി ഇൻകം ഉണ്ടോ നോക്കി. ഇതിനകത്ത് ഇൻകം ഫ്രം സാലറി ഉണ്ടോ ക്വസ്റ്റ്യനകത്ത്? ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം സാലറി ഇല്ല, നമ്മൾ ഡാഷ് ഇടുക. അടുത്ത ഹെഡ് ഏതാ? സാലറി കഴിഞ്ഞ അടുത്ത ഹെഡ് ഏതാ? രണ്ടാമത്തെ ഹെഡ് ഓഫ് ഇൻകം ഏതാ? സാലറി കഴിഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ വാടക നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഹൗസ് നമുക്ക് കിട്ടുന്ന വാടകയാണ് 1,30,000. അത് റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്ന റെൻ്റാണ്. അപ്പോൾ നമുക്ക് സാധാരണ MRV FRV ഒക്കെ തരാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വലിയ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി റെൻറ്റ് മാത്രമേ തരുള്ളൂ. അതായത് ആ വീടിൻ്റെ ആനുവൽ റെൻറ്റ് മാത്രമേ തരുള്ളൂ. 1,30,000 ആണ്. അതിന് എന്ത് കുറയ്ക്കണം? മുനിസിപ്പൽ ടാക്സ് കോസ്റ്റിലുണ്ട്, മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കണം. അപ്പോൾ 1,30,000 നിന്ന് മുനിസിപ്പൽ ടാക്സ് 12,000 കുറച്ച് നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും അല്ലേ. നെറ്റ് ആനുവൽ വാല്യൂ ഓർമ്മയില്ലേ, നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചത്? ഓർമ്മയുണ്ടോ? അപ്പോൾ മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക, ആ കിട്ടുന്ന എമൗണ്ടാണ് ആനുവൽ വാല്യൂ. ഈ ആനുവൽ വാല്യൂവിൻ്റെ എത്ര ശതമാനം കുറയ്ക്കണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? ഓർമ്മയുണ്ടോ? ഹൗസ് പ്രോപ്പർട്ടിക്ക് എത്ര സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറഞ്ഞേ? 30%. അപ്പോൾ നമുക്ക് കിട്ടിയ ആ 1,18,000 രൂപയുടെ 30% കാണാം, 35,400 കിട്ടും. അത് കുറയ്ക്കുക, ആ കുറച്ച് കിട്ടുന്ന എമൗണ്ടാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 82,600. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അടുത്ത പ്രോഫിറ്റ്. അടുത്ത ഹെഡ് ഏതാ? ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞ് ബിസിനസ് ആണ് അല്ലേ. ഇവിടെ ബിസിനസ് ഉണ്ട്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 1,56,000 ഉണ്ട്. അതിനകത്ത് ടാക്സേഷൻ ഉണ്ട്. ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ് അല്ലേ. ഡിസലൗഡ് എക്സ്പെൻസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഡിസലൗഡ് എക്സ്പെൻസ്, ഡിസലൗഡ് ഇൻകം എന്ന് ഓർമ്മയുണ്ടോ? ടാക്സേഷൻ ഡിസലൗഡ് എക്സ്പെൻസ് ഒന്ന് എന്ത് ചെയ്യേണ്ടത്? ആഡ് ബാക്ക് ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം. അപ്പോൾ ഈ 1,56,000 കൂടെ
13,000 രൂപ കൂട്ടുക, അപ്പോൾ നമുക്ക് 1,69,000 കിട്ടും. അതാണ് ഇൻകം ഫ്രം ബിസിനസ്. ഓക്കെ അല്ലേ? ബിസിനസ് ക്ലിയർ ആയോ? ക്ലിയർ? ആ, അടുത്ത ഹെഡ് ഏതാ? ബിസിനസ് ഇൻകം കഴിഞ്ഞ അടുത്ത ഹെഡ് ഏതാ? പിന്നെ പറഞ്ഞ ഏത് ഹെഡാണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 85,700. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വന്നേക്കണേ. ഷോർട്ട് ടേമിൽ നമുക്ക് ലോസ് വന്നേക്കണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഗെയിൻ വന്നാൽ ലോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടില്ലേ? സെറ്റ് ഓഫ് ചെയ്യുക, നികത്താം അല്ലേ? ഇൻകം നമുക്ക് ആ ലോസ് വെച്ച് നമുക്ക് നികത്താം. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് 85,700 ആണ്. ഈ 85,700 ഇത് നമുക്കുണ്ടായ നഷ്ടം 16,300 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ടാക്സ് അടച്ചാൽ മതി അല്ലേ? അപ്പോൾ 85,700 നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുക. മൈനസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 16,300 കുറയ്ക്കുമ്പോൾ 69,400. ക്ലിയർ ആണോ? ക്യാപിറ്റൽ ഗെയിൻ ക്ലിയർ ആയോ? 69,400 കിട്ടിയത് ക്ലിയർ ആയോ? അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചർ ഒരു 27,000 രൂപയുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ലെസ് ടാക്സ് ഡിബഞ്ചർ ഒരു 4,500 ഉണ്ട്. ഡിവിഡൻഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി, അത് ഏത് ഹെഡാ? ഓർമ്മയുണ്ടോ? ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞ പിന്നെ ഏത് ഹെഡാ ഉള്ളത്? ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. പക്ഷേ ഡിബഞ്ചറിൻ്റെ കേസ് ആണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്ത് ചെയ്യണം? ഗ്രോസപ്പ് ചെയ്യണം അല്ലേ? അപ്പോൾ ഡിബഞ്ചർ എങ്ങനെ ഗ്രോസപ്പ് ചെയ്യുക? 27,000 രൂപയാണ് നമുക്ക് തന്നേക്കണേ. ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചർ 27,000 ആണ്. ലെക്സ് ടാക്സ് ഡിബഞ്ചർ 4,500 ആണ്. അതെങ്ങനെ ഗ്രോസപ്പ് ചെയ്യുക എന്ന് പറഞ്ഞേ? എങ്ങനെ ഗ്രോസപ്പ് ചെയ്യുക? 27,000 ഇൻറ്റു അതൊക്കെയല്ലേ ഓർമ്മയുണ്ടോ? ലോട്ടറി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചറൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക? ലോട്ടറി ആണെങ്കിൽ ഇൻറ്റു 100/70. ഡിബഞ്ചർ ആണെങ്കിലോ 100/90 ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇവിടുത്തെ 27,000 ഇൻറ്റു 100/90 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30,000 കിട്ടും. അടുത്തത് 4,500 ഇൻറ്റു 100/90 ചെയ്യുമ്പോൾ നമുക്ക് 5,000 കിട്ടും. അടുത്ത ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി 38,400 എടുത്ത് എഴുതുക, എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ 73,400 കിട്ടും. അതുകൊണ്ട് എല്ലാ ഹെഡ് ഓഫ് ഇൻകം കഴിഞ്ഞില്ലേ? 5 ഹെഡ് ഓഫ് ഇൻകം കഴിഞ്ഞില്ലേ? ആ, ഞാൻ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറിന് എന്താ വിളിക്കുക? എല്ലാ ഹെഡിൽ നിന്നുള്ള ഇൻകംസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആ എമൗണ്ടിനെ ഒരു പേര് വിളിക്കില്ല, എന്താ? സം ടോട്ടൽ ഓഫ് 5 ഹെഡ്. 5 ഹെഡ് ഓഫ് ഇൻകത്തിൻ്റെ മൊത്തം എമൗണ്ടിനെ എന്താ വിളിക്കുക? ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ 5 ഹെഡ് ഓഫ് ഇൻകം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 3,94,400 കിട്ടും. ദാറ്റ് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇനി നമുക്ക് ഡിഡക്ഷൻസ് നോക്കാം. നിങ്ങൾ പറയാൻ കേട്ടോ ഓരോ ഡിഡക്ഷൻ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഏതാ സെക്ഷൻ? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഏതാ സെക്ഷൻ വരണേ? 80C. വെരി ഗുഡ്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഏതാ? മെഡിക്കൽ 80D. സി അവിടെ നിൽക്കട്ടെ, അതുമായിട്ട് പറയാം. ഡൊണേഷൻ ഏതാ? ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട് ഏതാ? 80Gയിൽ 100% നോ ലിമിറ്റ് അല്ലേ? ഇവിടുത്തെ ഫുൾ എഴുതി. ഇനി കോൺട്രിബ്യൂഷൻ ടു എ റെക്കഗ്നൈസ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് ഞാൻ പറഞ്ഞത് GGBയും GGCയും പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒരു കമ്പനി കൊടുക്കുകയാണെങ്കിൽ, കമ്പനി പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഏതാ? GGB അല്ലേ? അത് B ആണ്, C അല്ല എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? കമ്പനി കൊടുക്കുകയാണെങ്കിൽ C അല്ല, B ആണ്. ഒരു പേഴ്സൺ കൊടുക്കുകയാണെങ്കിൽ GGC ആണ്. ഇത് വ്യക്തിയുടെ കാര്യമല്ലേ പറയണേ? ഇത് നമ്മുടെ രാമദാസ് എന്ന് പറയുന്ന ആളുടെ അല്ലേ? അപ്പോൾ ഒരു വ്യക്തിയാണ് കൊടുക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടിക്ക് അല്ലേ? അപ്പോൾ ഏതാ വരിക? മിക്ക പ്രോബ്ലത്തിലും അത് കമ്പനിയുടെ വരില്ല. GGB എന്തായാലും വരില്ല. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വന്നാൽ അത് ആകെ ഒരൊറ്റ സെക്ഷനേ വരുള്ളൂ. അതേത് സെക്ഷനാ? GGC ആയിരിക്കും കേട്ടോ. പൊളിറ്റിക്കൽ പാർട്ടി കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ GGC ആണ് 10,000 രൂപ. അപ്പോൾ 80Cയിൽ 8,700 ഫുൾ എടുക്കാം, കാരണം 1.5 ലക്ഷം രൂപ ഡിഡക്ഷൻ കിട്ടുള്ളൂ 80Cയിൽ. അടുത്ത മെഡിക്കൽ ഇൻഷുറൻസിൽ 25,000 വരെ കിട്ടും. ഇത് 8,000 ആണ്, കുഴപ്പമില്ല, ഫുൾ എമൗണ്ട് എടുക്കാം. ഇനി പൊളിറ്റിക്കൽ പാർട്ടിക്ക് നമുക്ക് ഫുൾ എമൗണ്ട് എടുക്കാം 10,000 രൂപ. നാഷണൽ ഡിഫൻസ് ഫണ്ടും 20,000 രൂപ ഫുൾ എടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിൽ 3,94,400 ഈ പറയുന്ന എമൗണ്ടുകൾക്ക് ഡിഡക്ഷൻ അല്ലേ എല്ലാം കൂടി കുറച്ച് കിട്ടുന്ന ആൻസറിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുക. അപ്പോൾ 3,47,700. ഇതിനി റൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അത് റൗണ്ടഡ് ഫിഗർ ആണ് അല്ലേ? അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് റെസ്പോണ്ട് ചെയ്ത എസ്സേ ക്വസ്റ്റൻ ആണേ. ഓക്കെ ആണോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടാക്സ് ലയബിലിറ്റിയിലോട്ട് പോകാം. ഈ ടാക്സ് ലയബിലിറ്റി എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ വർഷം ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്.
കുറവാണ് ചാൻസ്. കാരണം ഇപ്പം നമുക്ക് ടാക്സിൻ്റെ ഇതെല്ലാം മാറിയല്ലോ, റൂൾസും അതുപോലെ തന്നെ റേറ്റ്, ജനറൽ റേറ്റ് ഒക്കെ ചേഞ്ച് ആയില്ലേ. അപ്പോൾ അത് ചേഞ്ച് ആവാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പല രീതിയിൽ ഇപ്പോൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാം. 115 BAC പ്രകാരം കണ്ടുപിടിക്കാം, അതായത് ഇപ്പോൾ പുതിയ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ പഴയ സിസ്റ്റം പ്രകാരം നമുക്ക് ഒരാളുടെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ പഴയ സിസ്റ്റമാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അതിലും ഇപ്പോഴും ചെയ്യാറുണ്ട്. പഴയ സിസ്റ്റത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട് നമുക്ക് കേട്ടോ. പറഞ്ഞോട്ടെ. ഇനി നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച എന്താ, ഒരാളുടെ മൊത്തം വരുമാനം മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി അയാൾ എത്ര രൂപ ടാക്സ് അടയ്ക്കണം എന്ന് കണ്ടുപിടിക്കണ്ടേ? അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ കണ്ടുപിടിക്കാനായിട്ട്? ഉണ്ടാവും. ആഗ്രഹമില്ലെങ്കിലും അത് ആഗ്രഹം വേണം. കാരണം ചിലത് എക്സാമിനുള്ള ടോപ്പിക്കാണ് ടാക്സ് ലയബിലിറ്റി. അതായത് ഒരാൾ അയാൾക്ക് കിട്ടിയ വരുമാനത്തിൽ എത്ര രൂപ ടാക്സ് അടയ്ക്കണം, അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. ഓക്കെ, ചെയ്യാലോ അല്ലേ? റെഡി അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യില്ലാവരും. ഓക്കെ, അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കാം. ഒരാൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലൂടെ ഇൻകം ഉണ്ടെങ്കിൽ, എന്തിലൂടെ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലൂടെ ഒരാൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ അതിൻ്റെ മാത്രം സെപ്പറേറ്റ് ടാക്സ് കണ്ടുപിടിക്കണം. എത്ര പെർസെൻറ്റേജാണ്? എത്ര പെർസെൻറ്റേജാണ്? എത്ര പെർസെൻറ്റേജ് സ്ക്രീനിൽ കാണുന്നില്ല? എത്ര പെർസെൻറ്റേജാണ്? 20%. ഒന്ന് നോട്ട് ചെയ്തെടുത്തോ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലൂടെ ഒരാൾക്ക് ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന് അയാൾ സെപ്പറേറ്റ് ടാക്സ് കാണണം. സെപ്പറേറ്റ് ടാക്സ് അടയ്ക്കണം. എത്ര പെർസെൻറ്റേജ്? 20%. ഓക്കെ അല്ലേ? ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലൂടെ അയാൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ, അത് വെറും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ല, അണ്ടർ സെക്ഷൻ 111A പ്രകാരം, ഇത് ഷെയറുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്ന ഗെയിനില്ലേ, അത് പ്രത്യേക സെക്ഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മാത്രം അതിനും സെപ്പറേറ്റ് ടാക്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. എത്ര പെർസെൻറ്റേജ് ടാക്സ്? എത്ര പെർസെൻറ്റേജ്? 15%. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് സെപ്പറേറ്റ് കാണണം? 20%. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് കാണണം? 15%. യെസ്. ഇനി ലോട്ടറി അടിച്ചു, അതുപോലെ തന്നെ ക്രോസ് വേർഡ് പസിൽസ്, ഹോഴ്സ് റേസ്, കാർഡ് ഗെയിംസ്, ഗാംബ്ലിങ്, ബെറ്റിങ്, ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് വല്ല ഇൻകംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾ സെപ്പറേറ്റ് ടാക്സ് കാണണം. എത്ര പെർസെൻറ്റേജാണ്? 30%. അപ്പോൾ സെപ്പറേറ്റ് ടാക്സ് കണ്ടുപിടിക്കേണ്ട ഐറ്റംസ് ഏതൊക്കെയെന്ന് പറഞ്ഞേ. ഏതൊക്കെ സെപ്പറേറ്റ് ടാക്സ് കണ്ടുപിടിക്കേണ്ട ഐറ്റംസ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് എത്ര പെർസെൻറ്റേജാണ്? 20%. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A 15%. ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഹോഴ്സ് റേസ്, കാർഡ് ഗെയിംസ്, ഗാംബ്ലിങ്, ബെറ്റിങ് 30%. ബാക്കിയുള്ള ഇൻകം ഒക്കെ ഇല്ലേ, ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ബാക്കി ഒരു ഇൻകം ഉണ്ടാവില്ല. ആൾക്ക് സാലറി ഇൻകം ഉണ്ടാവും, ഹൗസ് പ്രോപ്പർട്ടിക്ക് ഇൻകം ഉണ്ടാവും അല്ലേ. അതിന് നമ്മൾ ജനറൽ റേറ്റിലാണ് നമ്മൾ ടാക്സ് കണ്ടുപിടിക്കേണ്ടത്. ജനറൽ റേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മെയിൽ ഓർ ഫീമെയിൽ ആണെങ്കിലും ഒരേ റേറ്റ് തന്നെയാണ്. ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് അയാൾ ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ ആണോ? ഫസ്റ്റ് 2,50,000 റുപ്പീസിന് എന്താ അടയ്ക്കേണ്ട? ടാക്സ്. ഇത് പഴയ സിസ്റ്റമാണ് കേട്ടോ. ഈ പഴയ സിസ്റ്റത്തിൽ നമുക്ക് ഇപ്പോഴും ടാക്സ് അടയ്ക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പോൾ പുതിയ സിസ്റ്റം ഉണ്ട്, പുതിയ സിസ്റ്റത്തിൽ വേണമെങ്കിൽ ടാക്സ് അടയ്ക്കാം കേട്ടോ. പക്ഷേ പുതിയ സിസ്റ്റത്തിൽ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ ആ പുതിയ സിസ്റ്റത്തിൽ നമ്മൾ എന്താ പറയുകയെന്നറിയോ? 115 BAC എന്നാണ് പറയുക. ആ സെക്ഷൻ പ്രകാരം നിങ്ങൾ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊന്നും കിട്ടില്ല. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊക്കെ നമുക്ക് കിട്ടാറില്ലേ? സാലറിയിൽ 50,000 രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട, ഹൗസ് പ്രോപ്പർട്ടിക്ക് 30% ടാക്സ് അടയ്ക്കേണ്ട, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറില്ലേ? ആ ബെനിഫിറ്റ് ഒന്നും കിട്ടൂല. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. അപ്പോൾ നോർമൽ റേറ്റിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വരുമാനത്തിൽ, നിങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ എന്തടയ്ക്കേണ്ട? അടയ്ക്കേണ്ട. അടുത്ത 2.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കണം. എത്ര ശതമാനം? 5%. പക്ഷേ ഇവിടെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഒരു 5 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. കാരണം എന്താ അറിയോ? 5 ലക്ഷം രൂപ വരെയുള്ള വരുമാനക്കാർക്ക് എത്ര ടാക്സ് വന്നാലും ആ എമൗണ്ട് നമുക്ക് റിബേറ്റ് ആയിട്ട് കിട്ടും. റിബേറ്റ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഒരാൾക്ക് 4 ലക്ഷം രൂപ വരുമാനം വന്നു. അപ്പോൾ ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്കല്ല ടാക്സ് അടയ്ക്കണ്ടല്ലോ? വേണ്ടല്ലോ? വേണ്ട. പിന്നെ 4 ലക്ഷത്തിന് ബാക്കി എത്രയുള്ളത്? 1.5 ലക്ഷം രൂപ. ശരിയല്ലേ? 1,50,000. ആ 1,50,000 രൂപയ്ക്ക് എത്ര ശതമാനം ടാക്സ് കണ്ടുപിടിക്കണം?
5%. ആ കിട്ടിയ എമൗണ്ട് നമുക്ക് എന്തായിട്ട് കിട്ടും? റിബേറ്റ് ആയിട്ട്. ആ എമൗണ്ട് നമുക്ക് ടാക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിലും അത് അടിയിൽ നമ്മൾ മൈനസ് റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ എമൗണ്ട് കുറച്ചിട്ട് എഴുതും. അപ്പോൾ അതിനർത്ഥം അയാൾ ഒറ്റ എമൗണ്ടിന് ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്ക് ഒരു വർഷം കിട്ടുന്ന മൊത്തം വരുമാനം ഉണ്ടല്ലോ, ആ മൊത്തം വരുമാനത്തിൽ ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്തടയ്ക്കേണ്ട പറഞ്ഞേ? ഫസ്റ്റ് 2,50,000 റുപ്പീസിന് എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കണ്ട. അടുത്ത 2.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം? 5% ടാക്സ് അടയ്ക്കണം. അടുത്ത 5 ലക്ഷം രൂപയ്ക്കോ? നെക്സ്റ്റ് 5 lakh റുപ്പീസിനോ? 20% ടാക്സ് അടയ്ക്കണം. ബാക്കിയുള്ള ബാലൻസിന് 30%. അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്കൊരു 7 ലക്ഷം രൂപയാണ് ഒരു വർഷത്തെ വരുമാനം. എത്ര രൂപയാണ് എൻ്റെ വരുമാനം ഒരു വർഷത്തെ? 7 ലക്ഷം. ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുമ്പോൾ എനിക്ക് പല ഹെഡുകളിലൂടെ കിട്ടുന്ന വരുമാനം, സാലറി ആവാം, ഹൗസ് പ്രോപ്പർട്ടി ആകാം. എനിക്ക് ഏത് വരുമാനത്തിലൂടെ കിട്ടിയ എമൗണ്ട് ഇന്ന് ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷനൊക്കെ കുറച്ചിട്ട് എൻ്റെ മൊത്തം വരുമാനം 7 ലക്ഷം എന്ന് കരുതുക. ആ 7 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ ടാക്സ് കാണാം? നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് എന്തടയ്ക്കണ്ട? ഫസ്റ്റ് 2,50,000 റുപ്പീസ് എന്തായിട്ട് ഇടണം? പറയ്. ഫസ്റ്റ് അടയ്ക്കേണ്ടതില്ലാണ്. അടുത്ത 2.5 ലക്ഷം രൂപയ്ക്ക് എത്ര ശതമാനം? 5%. അപ്പോൾ 2.5 ലക്ഷം ഇൻറ്റു 5/100. അപ്പോൾ എത്ര വന്നു? 12,500. ശരിയല്ലേ? അപ്പോൾ 5 ലക്ഷം കഴിഞ്ഞേ, ഇനി ബാക്കി എനിക്ക് എത്രയുണ്ട്? എൻ്റെ വരുമാനം എത്രയായിരുന്നു? ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ? എൻ്റെ വരുമാനം എത്രയായിരുന്നു? 7 ലക്ഷമായിരുന്നു. 7 ലക്ഷമല്ലേ ആയിരുന്നു എൻ്റെ വരുമാനം മൊത്തം, അല്ലേ? ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടച്ചില്ല. അടുത്ത 2.5 ലക്ഷം രൂപയ്ക്ക് 5%. അപ്പോൾ 12,500 വന്നു. ഇനി ബാക്കി എത്രയുണ്ട് എമൗണ്ട്? 2 lakh. ശരിക്കും പറഞ്ഞാൽ അടുത്ത 5 ലക്ഷം രൂപ വരെ 20%. അപ്പോൾ എനിക്ക് ബാക്കി 2 ലക്ഷമല്ലേ ഉള്ളൂ. അപ്പോൾ 2 ലക്ഷത്തിന് എത്ര ശതമാനം കാണണം? എത്ര ശതമാനം കാണണം? 20% കാണാം. മനസ്സിലായോ? അപ്പോൾ 40,000 കിട്ടും. ശരിയാണോ? 2 ലക്ഷം ഇൻറ്റു 20%, 40,000 പ്ലസ് എനിക്ക് നേരത്തെ കിട്ടിയ 12,500. അപ്പോൾ ടോട്ടൽ എത്രയായി? 52,500 രൂപയായി. ആ എമൗണ്ടാണ് ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത്. ക്ലിയർ ആയോ? എത്തിയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇവിടെ നമുക്ക് മറ്റേ സംഭവം കിട്ടില്ല, റിബേറ്റ്. 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആൾക്കാണ് റിബേറ്റ് കിട്ടുക. എത്തിയോ? 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആൾ ടാക്സ് അടയ്ക്കുകയും വേണ്ട. കാരണം 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ആൾക്കാർക്ക് എത്ര ടാക്സ് വന്നാലും ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിബേറ്റ് എന്ന് പറഞ്ഞ് കുറച്ചിട്ട് ടാക്സ് അടയ്ക്കണ്ട. ക്ലിയർ? പക്ഷെ എനിക്ക് 7 വന്നേ. 7 വന്നാൽ എനിക്ക് ആ ബെനിഫിറ്റ് കിട്ടില്ല. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇത്ര 52,500 എനിക്കിപ്പോൾ കിട്ടിയത്. ആ എമൗണ്ട് മാത്രമല്ല, ഇതിനകത്ത് ഒരു സെസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, 4%. അതും കൂടി അടയ്ക്കണം എക്സ്ട്രാ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നോർമലി ഒരാളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. പക്ഷേ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, 60 വയസ്സിന് മുകളിൽ വരുമാനമുള്ള ആളാണെങ്കിൽ അവർക്ക് ഈ രീതിയല്ല. അവർക്ക് വേറൊരു സിസ്റ്റമാണ്, വേറൊരു സ്ലാബാണ്. ആദ്യത്തെ 3 ലക്ഷം രൂപയ്ക്ക് അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട. അടുത്ത 2 ലക്ഷം രൂപയ്ക്ക് 5%. അടുത്ത 5 ലക്ഷം രൂപയ്ക്ക് 20%. ബാലൻസ് എമൗണ്ടിന് 30%. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ? ഇത് സർചാർജ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം, 2 മാർക്കിനൊക്കെ ചോദിക്കാം. സർചാർജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 2024-25 അസസ്മെൻറ്റ് ഇയറിൽ സാധാരണ സർചാർജ് താഴെ പറയുന്ന രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോ? വേർ ദ ടോട്ടൽ ഇൻകം എക്സീഡ് ₹50 lakh ബട്ട് ഡസ് നോട്ട് എക്സീഡ് 1 crore. ഒരാളുടെ ഒരു വർഷത്തെ മൊത്തം വരുമാനം 50 ലക്ഷം രൂപയിൽ കൂടുതലാണെന്ന് കരുതുക. 50 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം വാങ്ങുന്ന ആളുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവാലോ. അല്ല, സിനിമ ഫീൽഡിലൊക്കെ ഉള്ളവരുണ്ടാവില്ലേ? 50 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആൾക്കാരായിരിക്കില്ലേ ഒരു ഇയറിൽ? ഉണ്ടാവുമല്ലോ അല്ലേ? പറയുന്നത്. അപ്പോൾ ഒരാളുടെ ഒരു വർഷത്തിലെ മൊത്തം വരുമാനം 50 ലക്ഷം രൂപയ്ക്ക് മുകളിലും 1 കോടി രൂപയ്ക്ക് ഇടയിലും ആണെങ്കിൽ അയാൾ നോർമലി അടയ്ക്കുന്ന ടാക്സ് മാത്രം അടച്ചാൽ പോരാ. എന്തും കൂടി അടയ്ക്കണം. ആ ടാക്സിൻ്റെ, ആ കണ്ടുപിടിച്ച ടാക്സിൽ എത്ര ശതമാനം കൂടി എക്സ്ട്രാ അടയ്ക്കണം? 10% കൂടി എക്സ്ട്രാ അടയ്ക്കണം. അതിനെയാണ് സർചാർജ് എന്ന് പറയുക. ക്ലിയർ ആയോ? സെറ്റാണോ?
ഒന്ന് റെസ്പോണ്ട് ചെയ്യും നിങ്ങൾ പിള്ളേരെ. ഓക്കെ. അടുത്തത്, ഒരാളുടെ വരുമാനം 1 കോടി രൂപയ്ക്ക് മുകളിലും 2 കോടി രൂപയ്ക്ക് ഇടയിലാണെങ്കിൽ. അങ്ങനെ സംഭവിക്കാമല്ലോ. 1 കോടിക്ക് മുകളിലൊക്കെ വരുമാനം വാങ്ങുന്ന ആളുകളില്ലേ നമ്മുടെ നാട്ടിലെ? ഇല്ലേ? ഇതൊരു വർഷത്തിലെ കേസാണ് പറയണേ, ഒരു മാസത്തെ കേസൊന്നുമല്ല. ഒരു മാസത്തിൽ 1 കോടി വാങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇത് ഒരു വർഷത്തിലെ കേസാണ്. അപ്പോൾ 1 കോടി രൂപയ്ക്ക് മുകളിലും 2 കോടി രൂപയ്ക്ക് ഇടയിലാണെങ്കിൽ അവർ നോർമലി അടയ്ക്കുന്ന ടാക്സ് അടച്ചാൽ പോരാ, അതിൻ്റെ കൂടെ എത്ര ശതമാനം എക്സ്ട്രാ അടയ്ക്കണം? 50% എക്സ്ട്രാ സർചാർജ്. ഇനി 2 കോടി രൂപയ്ക്ക് ഇടയിലും 2 കോടി രൂപയ്ക്ക് മുകളിലും 5 കോടി രൂപയ്ക്ക് ഇടയിലാണെങ്കിലോ 25% ഓഫ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൻ്റെ 25% എക്സ്ട്രാ സർചാർജ് അടയ്ക്കണം. 5 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 37% എക്സ്ട്രാ അടയ്ക്കണം. ഇതാണ് സർചാർജ്. ഓക്കെ ആണോ? സർചാർജ് ചോദിച്ചാൽ ഈ 4 കേസ് കാറ്റഗറീസ് എഴുതണം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഇന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. Next, marginal relief. Marginal relief has also been provided in all cases where surcharge is to be levied. സർചാർജ് നമ്മൾ ചുമത്തില്ലേ, അപ്പോൾ വരുന്ന എല്ലാ കേസുകളിലും ഈ മാർജിനൽ റിലീഫ് ബാധകമാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്ക് എൻ്റെ വരുമാനം 51 ലക്ഷം രൂപയാണ്. എത്രയാണ്? 51 എന്നല്ലേ ഞാൻ പറഞ്ഞേ? അല്ലേ? 51 വേണ്ട, 50,10,000 രൂപയാണ്. 50,10,000 രൂപയാണ് എൻ്റെ വരുമാനം. അപ്പോൾ ഞാൻ സർചാർജ് അടയ്ക്കണോ? പറഞ്ഞേ, പറയൂ നിങ്ങൾ എല്ലാവരും ഒന്ന് പറയ്. സർചാർജ് അടയ്ക്കണോ? ഞാൻ എത്ര ശതമാനം അടയ്ക്കണം? 10% അടയ്ക്കണം. പക്ഷേ വെറും 10,000 രൂപ കൂടിയത് കൊണ്ടാണല്ലോ ഞാൻ സർചാർജ് കാറ്റഗറിയിൽ വന്നത്, അല്ലേ? അപ്പോൾ ഈ 10,000 രൂപ കൂടിയത് കൊണ്ട് എനിക്ക് ഒരുപാട് സർചാർജ് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അങ്ങനെ ചെറിയൊരു എമൗണ്ടിനൊക്കെ നമുക്ക് ചേഞ്ചുകൾ വരികയാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് എന്തായിട്ട് കിട്ടും? മാർജിനൽ റിലീഫായിട്ട് കിട്ടും. മനസ്സിലായോ? അത് നമുക്ക് ഒഴിവാക്കി തരും. ക്ലിയറായോ? അത് ഫസ്റ്റ് കാറ്റഗറിയിൽ മാത്രമല്ല, 1 കോടി രൂപയിൽ 1 കോടി രൂപ 10,000 രൂപ എന്ന് പറയുമ്പോൾ അവിടെ 10,000 രൂപ കൂടിയത് കൊണ്ട് ഞാൻ സെക്കൻഡ് കാറ്റഗറിയിൽ വന്നില്ലേ? 15% സർചാർജ് അടയ്ക്കേണ്ട ഒരു കേസിലോട്ട് ഞാൻ എത്തിയില്ലേ? അവിടെ എനിക്ക് മാർജിനൽ റിലീഫ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ചെറിയൊരു വേരിയേഷൻ്റെ പുറത്ത് ഞാൻ ഒരു സ്ലാബിലേക്ക് കടക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? മാർജിനൽ റിലീഫ് കിട്ടും. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അടുത്താണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. മക്കളെ, നിങ്ങൾ നോർമലി അടയ്ക്കുന്ന ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു 4% കൂടി എക്സ്ട്രാ അടയ്ക്കണം. ആർക്ക് വേണ്ടിയാണെന്ന് അറിയാം? ഈ പാവങ്ങളുടെ എഡ്യൂക്കേഷനും പാവങ്ങളുടെ ഹെൽത്ത് സർവീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. എത്ര ശതമാനം? 4%. ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ മൊത്തം കിട്ടുന്ന ടാക്സിൻ്റെ കൂടെ എത്ര കൂടി എക്സ്ട്രാ അടയ്ക്കണം? 4%. അതിനെന്താ വിളിക്കുക? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ടാക്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റൗണ്ട് ഓഫ് ചെയ്യാം. നിയറസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 10 നിങ്ങൾ ഇപ്പോൾ പോയിൻ്റൊക്കെ വരണമെങ്കിൽ ആ പോയിൻ്റ് എമൗണ്ടൊക്കെ ടാക്സ് അടയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10ൻ്റെ മൾട്ടിപ്പിൾസിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം കേട്ടോ. അടുത്താണ് സെക്ഷൻ 89. ചിലപ്പോൾ എക്സ്പ്ലെയിൻ സെക്ഷൻ 89 എന്ന് ചോദിക്കും. സെക്ഷൻ 89 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അസസ്സി ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടുന്ന അരിയേഴ്സ് സാലറി, കുടിശ്ശികയുള്ള സാലറി, അഡ്വാൻസ് സാലറി, 12 മാസത്തിൽ കൂടുതലുള്ള സാലറി, പ്രോഫിറ്റ് ഇൻ ലിയർ സാലറി, ഇതിനെ കോമൺലി വിളിക്കുന്ന പേരാണ് റിലീഫ് ഓഫ് ടാക്സ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണേ. ഇനി സെക്ഷൻ 87A, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. ഓർമ്മയുണ്ടോ? റിബേറ്റ് ഓർക്കുന്നുണ്ടോ? An individual resident in India whose total income does not exceed rupees 5 lakh shall be entitled to a deduction up to rupees 12,500 from the amount of income tax chargeable. An assessee whose total income up to rupees 5 lakh is not taxable. കണ്ടോ? ഒരാളുടെ ഒരു വർഷത്തെ വരുമാനം എത്ര രൂപ വരെയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ അയാൾക്ക് എത്ര ടാക്സ് വന്നാലും ആ എമൗണ്ട് നമുക്ക് എന്തായിട്ട് കിട്ടും? കിട്ടും? റിബേറ്റ് ആയിട്ട് കിട്ടും. അത് മാക്സിമം 12,500 വരെ കിട്ടും. കാരണം 2.5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട, അടുത്ത 2.5 ലക്ഷം രൂപ 5% അല്ലേ? അടുത്ത 2.5ക്ക് 5 എന്ന് പറഞ്ഞാൽ 12,500 അല്ലേ വരിക? അതിപ്പോൾ ഈ വർഷം മാറിയിട്ടോ മക്കളെ. പുതിയ ബജറ്റ് വന്നപ്പോൾ എത്ര രൂപയായി എന്ന് അറിയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ റിബേറ്റ് എത്ര രൂപയാണെന്നിപ്പോൾ? ഇനിയുള്ള വർഷത്തിൽ
7 ലക്ഷം അത് കഴിഞ്ഞ വർഷമായിരുന്നു. ഈ വർഷം മാറി വീണ്ടും. അത് പുതിയ 6 സിസ്റ്റിലാണ് 7 ലക്ഷം വരെ ആയിരുന്നത് കഴിഞ്ഞ വർഷം. പക്ഷേ ഇപ്പോൾ പുതിയ ബജറ്റിൽ ഇനി വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഏപ്രിൽ തൊട്ട് പുതിയ സിസ്റ്റത്തിൽ വേണമെങ്കിൽ ടാക്സ് അടയ്ക്കാം. അവിടെ റിബേറ്റ് എത്രയാണെന്ന് അറിയാമോ? എത്ര രൂപ വരെ ടാക്സ് അടയ്ക്കണം? എത്രയാ? 12 ലക്ഷം. യെസ്, 12 ലക്ഷം രൂപ വരെ. ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് ചേഞ്ചാന്ന്. 5 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, 12 ലക്ഷം രൂപ വരെ എമൗണ്ട് ഇൻകം ഉള്ള ആൾക്കാർക്ക് എന്തായാലും റിബേറ്റ് കിട്ടും. ടാക്സ് അടയ്ക്കേണ്ട കാര്യമേ ഇല്ല. ശരിയല്ലേ? പുതിയ പുതിയ ടാക്സിൻ്റെ സിസ്റ്റം വന്നേക്കണ ഈ വർഷം തൊട്ട്, ഏപ്രിൽ തൊട്ട് അങ്ങനെയാണ് വന്നേക്കണത് കേട്ടോ. ഇനി AMT ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. 2 മാർക്കിന് മേ ബി ചോദിക്കാം. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടൊന്നും ഈ അടുത്തൊന്നും. AMT എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ആണ്. ഇത് വലിയ വലിയ കമ്പനികളൊക്കെ ഇല്ലേ, കോർപ്പറേറ്റ് കമ്പനികളൊക്കെ, അവർക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഓഫ് ടാക്സ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് AMT കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അടുത്ത നമുക്കൊരു പ്രോബ്ലം ചെയ്താലോ? എങ്ങനെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാതെ നോക്കിയാലോ? റെഡിയാണോ? ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ മാധവൻ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25. 2024-25 മിസ്റ്റർ മാധവൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അത് ഓൾറെഡി കമ്പ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ബ്രാക്കറ്റിൽ കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എത്രയാ? അത് എല്ലാ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കുറച്ചതിന് ശേഷമുള്ള എമൗണ്ട് ആണ് അല്ലേ? എത്ര രൂപ? 2 ലക്ഷം. അതിന് വീണ്ടും നിങ്ങൾ 30% എന്തുണ്ടോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കേണ്ട കാര്യമില്ല. അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി, ഏതാ ഹെഡ്? ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇൻകം ഫ്രം ബിസിനസ് ഉണ്ട് 2,16,000 രൂപ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 80,000. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 26,000. പർച്ചേസിൽ NSE ഏതാ സെക്ഷൻ? നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. ഏത് ഡിഡക്ഷനിൽ വരുന്നതാ? ATC. വെരി ഗുഡ്. ഡൊണേഷനോ? ഡൊണേഷൻ ടു നാഷണൽ സ്പോർട്സ് ഫണ്ട്. വെരി ഗുഡ്. നമുക്ക് ആദ്യം എഴുതാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആദ്യം എടുത്ത് എഴുതി. എത്രയാ? 2 ലക്ഷം. അടുത്ത ഹെഡ് ബിസിനസ് ഇൻകം ആണ്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ആദ്യം സാലറി ഉണ്ടോ എന്ന് നോക്കുക. സാലറി ഇല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി നോക്കുക. ഹൗസ് പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ ബിസിനസ് നോക്കുക. ബിസിനസ് ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ, പിന്നെ അതർ സോഴ്സ്. അങ്ങനെ ഓർഡറിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി, സാലറി ഇല്ല, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, 2 ലക്ഷം എടുത്ത് എഴുതി. അടുത്ത മൂന്നാമത്തെ ഹെഡ് ഏതാ? ബിസിനസ് ഇൻകം ആണ് അല്ലേ? ബിസിനസ് ഇൻകം ഉണ്ടല്ലോ ഇവിടെ. ഇൻകം ഫ്രം ബിസിനസ് 2,16,000. അത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. 2 ഗെയിനുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ലോങ് ടേം 80,000, ഷോർട്ട് ടേം 26,000 എടുത്ത് എഴുതി. അടുത്തത് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അതിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി 18,000. എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് 5,40,000 കിട്ടും. അതാണ് GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം. അതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ? അടുത്തത് ഡിഡക്ഷൻ നോക്കിക്കോ. പർച്ചേസിൽ NSE, അത് ATC പ്രകാരം 20,000 നമുക്ക് കുറയ്ക്കാം. അടുത്ത ഡൊണേഷൻ ATG പ്രകാരം 10,000. അപ്പോൾ മൊത്തം 30,000 കുറയ്ക്കുക ഡിഡക്ഷനിൽ. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 5,10,000. ദാറ്റ് ഈസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഇയാൾ ടാക്സ് അടയ്ക്കാൻ ലൈബിൾ ആണോ? 5,10,000 ആണ് അയാളുടെ ടോട്ടൽ ഇൻകം വന്നേക്കുന്നത്. ടാക്സ് അടയ്ക്കാൻ ലൈബിൾ ആണോ? പറയും നിങ്ങൾ. 5 ലക്ഷം രൂപ വരെ ആണെങ്കിലല്ലേ നമുക്ക് റിബേറ്റ് കിട്ടുക. 5,10,000 രൂപ ഇല്ലേ? ടാക്സ് അടയ്ക്കണ്ടേ? വേണം. നമുക്ക് എങ്ങനെ ടാക്സ് അടയ്ക്കുക? ആദ്യം അയാൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് അല്ലേ ടാക്സ് അടയ്ക്കണ്ടേ? എത്ര ശതമാനം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ? 20%. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോട് എത്ര? 80,000 അല്ലേ? ആ 80,000-ന് 20%, 8, 2, 16, 16,000 രൂപ. ക്ലിയർ ആണോ? ഇനി അടുത്ത ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A ഉണ്ടോ നോക്കണം. അവിടെ 111A ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് ചെയ്യണ്ട. ലോട്ടറി ഉണ്ടോ? ലോട്ടറി ഉണ്ടെങ്കിൽ 30% വേറെ കാണണ്ടേ? അതുണ്ടോ? ഇല്ല. ഇനി നമുക്ക് ജനറൽ റേറ്റിൽ കാണാം. അപ്പോൾ 5,10,000 രൂപയിൽ നമ്മൾ 80,000 വരെ ടാക്സ് കണ്ടെത്തി കഴിഞ്ഞു. ശരിയല്ലേ? 5,10,000 രൂപയുടെ എമൗണ്ടിൽ 80,000 രൂപയ്ക്കുള്ള ടാക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ 5,10,000-ന് 80,000 കുറയ്ക്കുക. ഇനി ബാക്കി എത്രയുള്ളത്? പറഞ്ഞോ. 4,30,000. ഇനി അതിന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സ്ലാബ് റേറ്റിൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടയ്ക്കണ്ടല്ലോ. ഫസ്റ്റ് 2,50,000 നില്ല്. അടുത്ത
ബാക്കിന് എത്രയുണ്ട്? 4,30,000 1,50,000 രൂപ പോയാൽ ബാക്കിന് എത്ര എമൗണ്ട് ഉണ്ടെന്ന്, സോറി 2,50,000 രൂപ പോയാൽ ബാക്കിന് എത്രയുണ്ട്? 4,30,000 2,50,000 രൂപ പോയാൽ ബാക്കിന് എത്ര എമൗണ്ട് ഉണ്ട്? 1,80,000 ആണോ? ആ, അതിൻ്റെ 5%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9,000 കിട്ടും. അപ്പോൾ 16,000 9,000 കൂട്ടുമ്പോൾ 25,000 ആണ് നമ്മുടെ ടാക്സ്. അതിനിവിടെ എന്തോടെ കൂട്ടണം? ഈ ടാക്സിൻ്റെ ഇവിടെ എത്ര ശതമാനം കൂടി എക്സ്ട്രാ അടയ്ക്കണം? എത്ര എക്സ്ട്രാ അടയ്ക്കണം? 4% എഡ്യൂക്കേഷൻ സെസ്സും കൂടി അടയ്ക്കണം. അപ്പോൾ 1,000 രൂപ ടോട്ടൽ. അപ്പോൾ 26,000 രൂപയാണ് ടാക്സ് ലയബിലിറ്റി. ക്ലിയർ ആയോ? ക്ലിയർ? എല്ലാവരും ചെയ്ത് പഠിക്കണം കേട്ടോ. വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ചെയ്ത് പഠിക്കുക തന്നെ വേണം കേട്ടോ. നെക്സ്റ്റ് ടാക്സ് ലയബിലിറ്റി വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. മിസ്സിസ് അംബിക ദേവി, ഏജിൽ 66 ഇയേഴ്സ് ആണ്. അപ്പോൾ സീനിയർ സിറ്റിസൺ ആണ് അല്ലേ. അപ്പോൾ അയാളെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 60,000, ബിസിനസ് ഇൻകം 1,80,000, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് 2,39,000. ഷീ ഹാഡ് കോൺട്രിബ്യൂട്ടഡ് 40,000 രൂപ PPF പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് ഒരു 40,000 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 25,000 രൂപ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ കാണാം നമുക്ക് നോക്കാം. ആയത് ഹെഡ് ഏതാ? സാലറി ഉണ്ടോ? ക്വസ്റ്റ്യനിൽ സാലറി ഇൻകം ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടോ? ഹൗസ് പ്രോപ്പർട്ടി ഇല്ല. ബിസിനസ് ഇൻകം ഉണ്ടോ? ബിസിനസ് ഇൻകം ഉണ്ട്. അപ്പോൾ അതെടുത്ത് എഴുതി. ബിസിനസ് ഇൻകം 1,80,000. അടുത്തത് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ? ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 60,000. ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ് ബാങ്ക് ഡെപ്പോസിറ്റ് 2,39,000. എല്ലാം കൂടി കൂട്ടിയപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 4,79,000 കിട്ടി. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. PPF കോൺട്രിബ്യൂട്ട് ചെയ്ത ഏത് സെക്ഷൻ? അപ്പോൾ 80Cയിൽ നമുക്ക് 40,000 രൂപ റിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഡൊണേഷൻ ഏതാ? 25,000 ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഏതാ? ATGയിൽ 25,000 രൂപ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു ഹിഡനായി കിടക്കുന്ന ഒരു ഇതുണ്ട്. ഏതാ? റിഡക്ഷൻ ഉണ്ട്. ഏതാണെന്നറിയോ? ബാങ്ക് ഡെപ്പോസിറ്റ്. സീനിയർ സിറ്റിസന് ഏത് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കിട്ടിയാലും ഏത് സെക്ഷൻ പ്രകാരം റിഡക്ഷൻ കിട്ടും? ഒരു 50,000 വരെ കിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ഏത് സെക്ഷനാണ് അത്? ഓർമ്മയുണ്ടോ? സാധാരണ നോർമൽ വ്യക്തിക്ക് ഒരു 10,000 വരെ കിട്ടുള്ളൂ. പക്ഷേ സീനിയർ സിറ്റിസൺ 60 വയസ്സിന് മുകളിലുള്ള ആൾക്ക് ഏത് ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഇൻട്രസ്റ്റിനും സെക്ഷൻ TTB പ്രകാരം 50,000 രൂപ വരെ റിഡക്ഷൻ കിട്ടില്ലേ? ഓർമ്മയുണ്ടോ? TTB ഓർമ്മയുണ്ടോ? TTA ഒരു വ്യക്തിക്ക് കിട്ടുന്ന റിഡക്ഷൻ 60 വയസ്സിൽ താഴെയുള്ള ആൾക്ക് 10,000 വരെ കിട്ടുള്ളൂ. TTB എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺ. TTA ഇതിന് മാത്രമേ കിട്ടുള്ളൂ, സേവിങ് ഡെപ്പോസിറ്റിന് മാത്രം. പക്ഷേ TTB എല്ലാ ഡെപ്പോസിറ്റിനും കിട്ടും. അപ്പോൾ ഇവിടെ ഇയാൾ 66 വയസ്സുള്ള ആളല്ലേ. അപ്പോൾ ഏത് റിഡക്ഷൻ കിട്ടും? TTB. എത്ര വരെ കിട്ടുള്ളൂ മാക്സിമം? 50,000. ഇത് 2,39,000 അല്ലേ. അപ്പോൾ അത് കിട്ടില്ല, 50,000 കിട്ടുള്ളൂ. 50,000 എഴുതുക. അപ്പോൾ ടോട്ടൽ റിഡക്ഷൻ 1,15,000 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം എത്രയാണ്? 3,64,000. അപ്പോൾ അയാൾ ടാക്സ് അടയ്ക്കണോ? ടാക്സ് അടയ്ക്കേണ്ടി വരുമോ? വേണ്ട. കാരണം 5,00,000 രൂപ വരെ ടോട്ടൽ ഇൻകം വന്നാൽ അയാൾക്ക് റിബേറ്റ് കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾ പറയാം ടാക്സ് ലയബിലിറ്റി നിൽ ആസ് എ ടോട്ടൽ ഇൻകം ഈസ് ലെസ് ദാൻ 5 lakh എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി കേട്ടോ. ഫൈനൽ ആൻസർ. ക്ലിയർ? ഓക്കെ. ലാസ്റ്റ് ടോപ്പിക് നെറ്റ് ടാക്സ് ലയബിലിറ്റി. ഒന്നുമില്ല, നിങ്ങൾ ടാക്സ് ലയബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? അഡ്വാൻസ് ടാക്സ് ഉണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സ് TDS ഒക്കെ ചിലപ്പോൾ ഉണ്ടാവില്ലേ, അതൊക്കെ ജസ്റ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. നമ്മൾ കമ്പ്യൂട്ടർ ടാക്സ് ലയബിലിറ്റി സാധാരണ ചെയ്യുന്ന പോലെ ഇപ്പോൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചു. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് TDS ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, അഡ്വാൻസ് ടാക്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ആ നെറ്റ് റിസൾട്ടിനെയാണ് എന്ത് വിളിക്കുക? നെറ്റ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുക കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ ഈ TDS എന്താണെന്നൊക്കെ നമ്മളോട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് ടാക്സ് പേയി സ്കീമും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. റീഫണ്ട് ഓഫ് ടാക്സ്, ഒരു അടച്ച ടാക്സ് നമ്മൾ റീഫണ്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നെറ്റ് സാലറി ഉണ്ട് 3,05,000. പക്ഷേ അതിനകത്ത് ഒരു TDS ഒരു 45,000 രൂപ നമ്മൾ കുറച്ചിട്ടുണ്ട് മുൻപ് കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 2,00,000, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 6,20,000, ഇൻകം ഫ്രം ലോട്ടറി റിസീവ്ഡ് ആണ്, അതായത് ലോട്ടറി കയ്യിലോട്ട് കിട്ടിയതാണ്. അപ്പോൾ ടാക്സ് TDS അടച്ചിട്ടുണ്ടാവും 30% കേട്ടോ.
അപ്പോൾ 70,000. ഡൊണേഷൻ ടു ആൻ അപ്രൂവ്ഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് 50,000. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ സാധാരണ ടാക്സ് ലയബിലിറ്റി കാണുന്ന പോലെ കണ്ടുപിടിച്ചിട്ട് അവസാനം എന്ത് ചെയ്യുക, TDS ജസ്റ്റ് ആഡ് ചെയ്യുക. TDS അഡ്വാൻസ് ടാക്സിന് ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ അഡ്വാൻസ് ടാക്സ് അങ്ങനെ സാധാരണ വരാറില്ല. TDS ഇപ്പോൾ 45,000 ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അതുപോലെ ലോട്ടറിയുടെ ഒരു 30% 30,000 അടച്ചിട്ടുണ്ടാവും. അപ്പോൾ 45,000 30,000 കൂടി നമ്മൾ അവസാനം എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് നെറ്റ് ടാക്സ്. അങ്ങനെ ചോദിക്കാറില്ല എക്സാമിന്, എന്നാലും അറിഞ്ഞു വെക്കുക കേട്ടോ. സാധാരണ ചെയ്യുന്ന പോലെ എല്ലാം ചെയ്ത് വെച്ചിട്ട് അവസാനം TDS ആഡ് ചെയ്യുക. ഓക്കെ, അതങ്ങനെ ചോദിക്കാറില്ല, എന്നാലും അറിഞ്ഞു വെക്കുക കേട്ടോ. ഓക്കെ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ക്ലിയർ അല്ലേ? റെസ്പോണ്ട് ചെയ്യൂ.